നോബിളെല്ലാം ആക്ച്വലി പ്രാക്ടീസ് ചെയ്തിരുന്നു ആക്ഷന് മുമ്പെന്ന് പറയുമ്പോൾ ഇത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അത് സഹായിച്ചിട്ടുണ്ടാവും അല്ലെ കുറെയൊക്കെ? പ്രാക്ടീസ് നമുക്ക് ഓരോ കൊറിയോഗ്രാഫിക്ക് മുമ്പും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഫൈറ്റ് നോബിൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ബാക്കി ചില പോർഷൻസ് അവിടുത്തെ ജോർജിയൻ ഫൈറ്റ് മാസ്റ്റേഴ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ലാംഗ്വേജ് വേറെ വേറെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇടയിൽ നോബിൾ തന്നെ നിൽക്കേണ്ടി വരും. ചില സാധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പറഞ്ഞ് അവരെ മനസ്സിലാക്കി അങ്ങനെ എല്ലാ ഭാഗത്തും ട്രെയിനിങ് ആയിരുന്നു. അതെ, സത്യം. ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. അവർക്ക് ബേസിക്കലി ഇംഗ്ലീഷും അറിഞ്ഞൂടാ. അവർക്ക് ലാംഗ്വേജ് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലാംഗ്വേജ് അപ്പൊ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കണം. നമ്മളെ എനൗൺസിയേറ്റ് ചെയ്തിട്ട് സംസാരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ നോ വി ക്യാൻ ഗോ ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആറൊക്കെ നമ്മൾ കേൾപ്പിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. കൾച്ചറലി നമ്മള് കുറെ കൂടി മനസ്സിലാവും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളല്ലേ. നമ്മൾ ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. പക്ഷെ അതല്ല, നമ്മുടെ ആൾക്കാർ അതിനേക്കാളും ഈസി ആയിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ മലയാളികളുടെ അടുത്ത് അത്യാവശ്യം നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അവിടെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് പറഞ്ഞാലേ. എനിക്ക് ഈ അനുഭവം ഉള്ളത് മുമ്പ് ജപ്പാനിൽ പോയപ്പോൾ ഞാൻ അവരെ പോലെയാണ്. വിച്ച് വേ ടു ഗോ ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെയായിരുന്നു ജോർജിയ.